ഷെരീഫജി ഇങ്ങനെ വിളിച്ചു കൂകണത്? അനക്കിപ്പോ എന്റെ അമ്മായിമ എന്നുള്ള ബോധം ഇല്ലാതായപ്പോ എന്തെങ്കിലും ഇന്നെ ഇങ്ങനെ നോക്കണത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭ്രാന്ത് മൂത്ത കുഞ്ഞോള് വീട്ടിലില്ലേ? ആ വരണതാ. ഇപ്പോഴൊന്നും ഞാൻ കൊണ്ടില്ല, എല്ലാ ഭ്രാന്ത് കൂടി. എടി കുഞ്ഞോളെ, അന്നല്ലേ ഞാൻ വിളിക്കണത്. ഇമ്മ അവളെവിടെ? ഷെരീഫാത്ത, നിങ്ങൾ കൊറേ നേരമായല്ലോ പൈസ നനിങ്ങാണ്ട് ഇന്നിങ്ങനെ വിളിച്ചു പോകുന്നത്. ആരെ കയ്യിലെ പൈസ ഉള്ളത്? ഇക്ക് ഷാഫിയാക്ക പൈസ തരണ നിങ്ങൾ കണ്ടീനാ? എന്തിനായിട്ടുള്ള പുറപ്പെടാ പഠിച്ചോനെ. എന്നോട് ഉമ്മ പറഞ്ഞല്ല ഷാഫികാക്ക അനക്ക് പൈസ തന്നിക്കണെന്നുള്ളത്. ഇമ്മങ്ങളോട് ഇന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് അധികാരത്തിന്റെ പേരിലാണ് നിങ്ങൾ ഇന്നോട് പൈസ വയ്ക്കണത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ ഷെരീഫാത്ത, നിങ്ങൾക്ക് ബോധമില്ല, ഒന്നുമില്ല. ബെഡാണ് നിങ്ങളെ കുട്ടീന്ന് അറിയാണ്ട് നിങ്ങൾ ഫുള്ള് നാടകം കളിക്കാണ്. ആ കളിക്കണ നിങ്ങൾക്ക് എങ്ങനെയാണ് ഷാഫിയാക്ക പൈസ അയച്ചെന്ന് അറിഞ്ഞത്? അതൊന്ന് പറഞ്ഞുതരും നിങ്ങള്. അല്ല, ഇത് മഹാ അത്ഭുതമാണല്ലോ. DNC കഴിഞ്ഞ മുതൽക്ക് ഇങ്ങളെ കുട്ടി മരിച്ചിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടാണ് വീട്ടിക്ക് വന്നിക്കുന്നത്. ഇങ്ങളെ ഉമ്മ വിളിച്ചപ്പോ പെട്ടെന്ന് ഉമ്മാന്റെ കൂടെ പോണില്ല എന്നും പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരു പൊട്ടന്മാരാക്കിങ്ങാണ്ട് നിങ്ങൾ ഈ റൂമിൽ തന്നെ ഇരുന്നാണ്ട് ഒരുമാതിരി ഒരു കളിയാണല്ലോ. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഷാഫികാക്ക ഇമ്മാന്റെ കയ്യിൽ പൈസ അയച്ചിക്കണെന്നുള്ളത് എങ്ങനെ അറിഞ്ഞത്? അത് പറഞ്ഞേര്. അല്ല, അതറിഞ്ഞാ കൊള്ളാന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇങ്ങക്ക് ഏതായാലും ഷാഫികാക്ക വിളിക്കലില്ല എന്നുള്ളത് ഈ പെരയത്തെ മൊത്തം ആൾക്കാർക്ക് അറിയാം. പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? അത് പിന്നെ ഇക്കറിയാലോ ഷാഫികാക്ക് ഈ മാസമാണ് പൈസ അയക്കല് എന്നുള്ളത്. അതിപ്പോ ഇത്ര പ്രത്യേകം ചോദിക്കാൻ എന്താണ്? എല്ലാ പ്രാവശ്യവും ഗൾഫ് പോകുമ്പോൾ ഷാഫികാക്ക ഈ മാസം ഈ തീയതിയും തന്നെ പൈസ അയക്കല്. ആ ഒരു ഊഹം വെച്ചങ്ങാണ്ട് ഞാൻ ചോദിച്ച്, കേട്ടില്ലമ്മ നിങ്ങളെ മരിയോള് പറഞ്ഞത്? അല്ല, ഇങ്ങക്ക് ഭയങ്കര സിമ്പതി എന്നല്ല മരിയോളെ കൊണ്ട്. ഈ അന്തും കുന്തും ഇല്ലാത്ത ഷെരീഫാത്താക്ക് എങ്ങനെയാണ് ഷാഫികാക്ക് ഈ മാസാണ് പൈസ അയക്കല് എന്നുള്ള ഓർമ്മ വരവ്? ഇമ്മ അതൊന്ന് പറഞ്ഞു തരുമോ? അല്ല ഷെരീഫാത്ത, പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ അന്തം പൊട്ടി മുളച്ചാ? പറ ഷെരീഫാത്ത, നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് അന്തം പൊട്ടി മുളച്ചതാണ്? ഞാനും കാണുന്നുണ്ട് കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഈ നാടൻ കളി. ഞാൻ തന്നെ എത്ര പോകുന്ന അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഷാഫികാക്ക ആരെ കയ്യിലെ പൈസ അയച്ചു കൊടുത്തിക്കണെന്നുള്ളത് ഇക്കും ഇമ്മാക്കും അറിയാം. ശരിയാണ്, ഷാഫികാക്ക പൈസ അയച്ച് തന്നിക്കണ്. 50,000 രൂപ അയച്ച് തന്നിക്കണ്. 1 രൂപ പോലും ഇങ്ങക്ക് തരൂല. കാരണം ഇങ്ങക്ക് എന്തിനാണ് ഞങ്ങളെ മുന്നിൽ നാടൻ കളിക്കണം? ഇങ്ങക്ക് എന്തിനാ പൈസ? അത് ഇന്റെ ആങ്ങള അന്യ നാട്ടിൽ പോയി നയിച്ച പൈസയാണ്. അത് കെട്ടിക്കൊടുന്ന് ഇങ്ങക്ക് തരാനുള്ളതല്ല, അത് എനിക്കും ഇന്റെ ഉമ്മാക്കുള്ളതാണ്. എന്താ ഷെരീഫാത്ത, നിങ്ങൾ നാവിറങ്ങിപ്പോയോ? എല്ലാ കുട്ടിനെ താരാട്ട് പാടുന്നില്ലേ? പാടി ഞങ്ങൾ കേൾക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾ താരാട്ട് പാടൂടി. ഇമ്മാന്റെ കുട്ടിയാണ് ഇപ്പാന്റെ കുട്ടിയാണ് നിങ്ങൾ ഇങ്ങനെ താരാട്ട് പാടൂടി. ഞാനൊന്ന് കേൾക്കട്ടെ ഷെരീഫാത്ത. ഒരു വീട്ടിലും ഇല്ലാത്ത നാടൻ കളിയാണ് ഇങ്ങക്ക്. DNC കഴിഞ്ഞിട്ട് ഒരു പെണ്ണിന് ഇങ്ങനെ സ്വബോധം നഷ്ടപ്പെടുന്ന ജീവിതത്തിൽ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഡിപ്രഷൻ ആണെങ്കിൽ തന്നെ അത് 4 ദിവസം 5 ദിവസം, ഏറിപ്പോയ 15 ദിവസം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറും. അത് എനിക്കറിയാം. അത്യാവശ്യം പഠിപ്പും വരുന്നുണ്ട് ഷെരീഫാത്ത്. എനിക്ക് മതി. നിങ്ങളെ ആ പൊയ്മുഖം കണ്ട് അടർത്തി മാറ്റിക്കാളെ ട്ടാ. ഒരു നേരം ഇമ്മ ഇങ്ങക്കായിരുന്നില്ലേ മരിയോളെ കുറിച്ചും കണ്ട് ഭയങ്കര സിമ്പതി? എന്തേന്ന് സിമ്പതി? ഇന്റെ കുട്ടീനെ സ്നേഹിക്കാൻ നേരമില്ല ഇങ്ങക്ക്? മരിയോളെ കുട്ടീനെ ഒഴിവാക്കി എന്നുള്ള സിമ്പതി? ശരിക്കും പറഞ്ഞാലേ ആ കുട്ടി പോയത് നന്നായി. ഈ തന്നെ ഞങ്ങളെ കുടുംബത്തിൽ നിന്നേ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ലാഭം തെടി. അതെടി, നിങ്ങളെ മുന്നില് ഞാൻ അഭിനയിച്ചത് തന്നെയാണ്, നാടകം കളിച്ചത് തന്നെയാണ്.
ഈ ഷെരീഫാത്ത എന്ത് പണിയാ കാട്ടിയത്? എന്തിനാ ഇപ്പൊ ഷെരീഫാത്ത പറഞ്ഞത്? ഉടച്ചോനെ, എന്തൊക്കെ ഇനി ഇവിടെ സംഭവിക്കലേ? ഇത്ര കണ്ടില്ലാതെ പോയല്ലേ ഷെരീഫാത്തക്ക്? ഷെരീഫാത്ത എന്ത് മനസ്സിൽ തീരുമാനിച്ചിട്ടാണ് ഇന്നെ ഈ അവസ്ഥയിലെത്തിച്ച് നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ കളിച്ചത് തന്നെയാണ് നാടകം. വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഈ എൻ്റെ അമ്മയും കൂടി ഇന്നെ ദ്രോഹിച്ചതിന് ഞാൻ നാടകം കളിച്ചത് തന്നെയാണ്. അതിന് എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണമ്മ? ഇപ്പൊ മരിയോളിത് പറഞ്ഞല്ലോ ഞാൻ കളിച്ചത് നാടകമായിരുന്നുള്ളത്. അങ്ങനെ വരട്ടെ, ഇജാള് തിരക്കടില്ലടി. ആഹാ, ഇജാള് തിരക്കടിയല്ല. അപ്പൊ ഇജ് ഞങ്ങളെ മുന്നിൽ പൊട്ടന്മാര് കളിക്കുന്നില്ലടി, ഓരും പൊട്ടോളെ. ഈ എന്താ പറഞ്ഞത്? അന്റെ കാക്കാന്റെ പൈസ. അപ്പൊ ഞാൻ ആരാടി? ഞാൻ എന്റെ കാക്കാന്റെ ആരാടി? പറയടി. ഇതേ നാമാണ് ഞാൻ വന്ന മുതൽക്ക്, ഇന്നെ കെട്ടിക്കൊടുന്ന മുതൽക്ക് നിങ്ങൾ പറയണത്. ഇക്ക് ഈ വീട്ടിലൊരു അവകാശമില്ല, ഇക്ക് നിങ്ങളെ കാക്കാനിലെ ഒരവകാശമില്ല. ഉണ്ടായിരുന്നൊരു പൊടിക്കുഞ്ഞിന്റെ വയറ്റിൽ വളർന്നതിനെ ഇമ്മി മോനും കൂടി മോളും കൂടി അതിനും കൂടി നശിപ്പിച്ചില്ലേ. പിന്നെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ അല്ലാതെ വേറെ എങ്ങനെ ഞാൻ പെരുമാറേണ്ടത്? പറയടി. ഈ മോളെ സമ്മതിച്ച എന്റെ അഭിനയം ഇങ്ങനെ കിട്ടുമോ? സിനിമയിൽ പോലും ഇങ്ങനെ ഒരാൾ അഭിനയിക്കൂല. 2-3 മാസമായി ഈ പെരയിൽ ഞങ്ങൾ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ വട്ടം കറക്കണ്. ഇപ്പോഴെങ്കിലും എന്റെ തൊള്ളയിന്ന് വന്നല്ല. ഇത് എന്റെ തൊള്ളയിന്ന് വീകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും പ്രഹസനപ്പെടെ കിടന്ന് നടത്തിയത്. അല്ല, ഞാൻ ചോദിച്ചോക്കട്ടെ, ഞാനാണോ എന്റെ കുട്ടീനെ നശിപ്പിച്ചത്? നീ തന്നെയാടി, നീ തന്നെയാണ്. നിന്നെ പോലെ ഒരു നാത്തൂന് ഒരു മനുഷ്യർക്കും കിട്ടിയത്. കാരണം ഇതുപോലൊരു നശിച്ച നാത്തൂന് ആർക്കും ഉണ്ടാവരുത്. ഇതിന്റെ പേരില് എന്റെ കാക്കന്നെ ഒഴിവാക്കിയാല് യാതൊരു കുഴപ്പമില്ലടി. നല്ല അന്തസ്സായിട്ട് ജീവിക്കാന് ഈ ഷെരീഫാക്കറിയാം. എനിക്ക് ഈ കുഞ്ഞോളെ ശരിക്കറിയില്ല. എല്ലാം കൊണ്ടും പിടിവിട്ട് നിൽക്കുകയാണ് ഞാന്. ഇമ്മാക്ക് ഞാൻ ഓരോന്ന് വിളിച്ച് ഓതി കൊടുത്തിരുന്ന ഇവിടെ വന്നേ മുതൽക്ക് എല്ലാരും കൂടി പറയുന്നതാണ്, ക്ഷമക്കൊരു പരിധി ഉണ്ട്. ഈ കണ്ടിരുന്നോ ഞാൻ അമ്മക്ക് വിളിച്ച് ഓതി കൊടുക്കണത്? എന്തൊരു സന്തോഷല്ലേ കുഞ്ഞോളെ എനിക്ക്. ഞാൻ സത്യം തുറന്നു പറഞ്ഞപ്പോ അല്ലേ? അതൊക്കെ പോട്ടെ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. നിങ്ങളെ മുന്നിൽ അഭിനയിച്ചത് തെറ്റാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെടി, എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് എനിക്ക് എന്താണ് കിട്ടിയത്? ഇനി ഒന്നിന്റെ പേരിലേ നിങ്ങളെ മുന്നിൽ ഞാൻ കരയൂല. കരഞ്ഞിരുന്ന ഷെരീഫാനെ നിങ്ങൾ കണ്ടിരുന്നു. ഇത്രയും ദിവസേ നിങ്ങളെ കൊണ്ട് ഞാൻ എണ്ണി പറയിപ്പിച്ചില്ല. എന്റെ കുട്ടീനെ നശിപ്പിച്ചതിന് അതന്നെ എനിക്ക് സന്തോഷാണടി, സന്തോഷാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നോട്, ഈ കിടന്ന് ഇങ്ങനെ പ്രഹസനം കളിക്കണ്ടല്ലോ, ഈ പെരക്കാരെ മൊത്തം വട്ടം കറക്കണ്ടല്ലോ, ഇല്ലടി? ഈ ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ? അല്ലടി, പ്രാന്ത അഭിനയിച്ച് ശരിക്കും പ്രാന്തായ? എന്തൊക്കെ മകള് പറഞ്ഞത്? ഞാൻ പ്രഗ്നന്റ് ആണെന്നാ? കുഞ്ഞോളെ, ഞാൻ ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. 2-3-4 മാസം കുഞ്ഞിനെ കളിപ്പിക്കണമാർക്ക് ഇവിടെ ഇരുന്ന് കളിപ്പിച്ച്, പക്ഷെ അതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നടി. പക്ഷെ ഈ ചെയ്ത തെറ്റുണ്ടല്ലോ, അതൊരിക്കലും പഠിച്ച എന്നോട് പൊറുക്കൂലടി. ഈ പെരക്കാരൻ മുന്നിലൊക്കെ ഈ ഭയങ്കര അഭിനയാണല്ല. ഇന്നല്ലെങ്കിൽ നാളെ അന്റെ ഇമ്മ അറിയും അന്റെ ഈ പൊയ്മുഖം. അന്റെ കെട്ടിയ മാപ്പിള ഞാൻ ഇവിടെ കൊടുന്നാക്കോടി, നോക്കിക്കോ. അനാവശ്യം പറഞ്ഞാലേ ഈ കുഞ്ഞോളെ വിവരം ഈ അറിയിട്ടോ, പറഞ്ഞില്ലാന്ന് വേണ്ട. ശരിയാണ്,
ഞാൻ സമ്മതിച്ചല്ലോ ഞാൻ അഭിനയിച്ചെന്നുള്ളത്. എനിക്ക് അതിലെ യാതൊരു കുറ്റബോധവും ഇല്ല. അത്രക്ക് നിങ്ങളും ഈ മോളും കൂടി എന്നെ നരകിപ്പിച്ചിട്ടുണ്ട്. ഇമ്മ ഒരിക്കലെങ്കിലും നിങ്ങളെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഒരൊറ്റ പ്രാവശ്യമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വയ്യാതെ കിടന്നപ്പോഴേ നിങ്ങൾ എന്തൊക്കെയോ എന്നോട് വന്ന് പറഞ്ഞു. നിങ്ങൾ പേടിച്ചിട്ടായില്ലേ, നിങ്ങൾ മേത്ത് കുറ്റം വരുന്ന കരുതിയിട്ട് അല്ലേ? അല്ലാതെ നിങ്ങൾ ഇന്ന് സ്നേഹിച്ചിട്ടുണ്ടമ്മ ഇല്ലല്ല. പക്ഷെ നിങ്ങളെ ഈ മോളെ നിങ്ങൾ സ്നേഹിച്ചോളി. സ്വന്തം മക്കളെ തള്ളാരി സ്നേഹിക്കണം. പക്ഷെ വന്നു കയറി മരുമക്കൾ എന്ത് ചെയ്തമ്മ? വന്നു കയറി മരുമക്കൾ എന്ത് തെറ്റ് ചെയ്ത് പറഞ്ഞു തരുമോ? ഞാൻ ഒരിക്കലും പൊറുക്കൂല മങ്ങളോട്, എന്റെ കുട്ടിനെ നശിപ്പിച്ചേരി. ഇമ്മ ഷാഫികാക്കാരോട് വിളിച്ചിട്ട് പറഞ്ഞാളേ പെണ്ണുങ്ങളെ ഭയങ്കര മിടിക്കാണ് എന്നുള്ളത്, അഭിനയിക്കാനേ ഭയങ്കര മിടിക്കാന്നുള്ളത് ഷാഫികാക്കാരോട് വിളിച്ച് പറഞ്ഞാളേ. സ്വന്തം മോൾ അവിടെ സുഖത്തിൽ ജീവിക്കണം, മരുമക്കൾ ഇവിടെ സുഖത്തിൽ ജീവിക്കാൻ പാടില്ല, സ്വന്തം ആ മക്കൾക്ക് സുഖജീവിതം പാടില്ല. അതല്ല മങ്ങൾ ആഗ്രഹം. ഇമ്മ ഇനി ഇങ്ങക്ക് തീരുമാനിക്കാം ഈ നാശം പിടിച്ചപ്പോളേ ഇവിടെ നിർത്തണമെന്നുള്ളത്. ഷാഫികാക്ക് ഞാൻ മെസ്സേജ് ഇടുന്നുണ്ട്. ഷാഫികാക്ക് ഏതാലേ കുറെ കാലത്തിന് ശേഷം ഈ പെങ്ങളെ മറന്നിരുന്ന്. ഞാൻ കാരണമാണ് ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പെണ്ണുങ്ങൾ അഭിനയാണെന്ന് അറിയില്ലായിരുന്നു ഷാഫികാക്ക്. എടി കെട്ടിച്ച പെരയിലേ കുറച്ചൊക്കെ അടുക്കത്തിലും ഒതുക്കത്തിലും താമസിക്കണടി. ചിലപ്പോ അമ്മായിമ്മ പോരുണ്ടാവും, അമ്മോസം പോരുണ്ടാവും, പലതും ഉണ്ടാവടി. അതൊക്കെ ക്ഷമിച്ച് ഉൾക്കൊള്ളണം. എനിക്ക് നല്ല അമ്മായിമാനെ കിട്ടിയതേ അത് എന്റെ ഭാഗ്യടി. എന്റെ ഉമ്മാക്ക് എന്താടി കുഴപ്പം? എന്റെ ഉമ്മാക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ കുഴപ്പേ അനക്കാണ്. എന്ന് ഈ പെരയിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടത്തി എന്റെ കാക്കമാർക്കേ എന്നോട് സ്നേഹമില്ലായി. ആർക്ക് വേണടി എൻ്റെ ഇക്കാൻ്റെ കാശ്? എൻ്റെ ഇക്കാനെ തന്നെ എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ എന്താ പിടിച്ചു നിന്നതെന്നറിയോ? എൻ്റെ ഉമ്മ വന്നപ്പോൾ എൻ്റെ ഉമ്മാനോട് പോകാൻ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടാളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണടി. അല്ലാതെ എൻ്റെ ഇക്കാനെ ക്യാഷ് മോഹിച്ചിട്ടോ അല്ലാതെ എൻ്റെ ഇക്കാനോട് സ്നേഹം മൂത്തിട്ടോ ഒന്നുമല്ല. എനിക്കറിയാടി നിങ്ങളെ രണ്ടാളെയും കുതന്ത്രത്തിലെ കുടുങ്ങി എൻ്റെ ഷാഫികാക്കണ്ടല്ല ഒരിക്കലും നേരാവില്ല എന്ന് എനിക്കറിയാം. അത് 100% ഉറപ്പാണ്. ഇനി തീരെ നേരാവൂല. ഈ ഇങ്ങനെ നിന്ന് ഇനി പ്രസംഗിച്ചാലേ ആരും കേൾക്കാൻ പോണില്ല. ഇമ്മ എന്താ വെച്ചാ തീരുമാനം എടുത്താളെ. ഓളൊരു 50,000 ഉറുപ്പിക ഇട്ടിക്കണ്. എടി ഇനി ഈ സൂക്ഷിച്ചോ, ഒരു പൈസ, ഒരു നയ പൈസ പോലും ഇന്റെ അക്കാന്റെ കയ്യിൽ നിന്ന് ഞാൻ എനിക്ക് വാങ്ങി തരൂല. അന്നെ ഞാൻ കാര്യം ഒഴിവാക്കിപ്പിക്കോടി. ഈ കുടുംബത്തിൽ ഇനി വേണ്ട. എന്റെ കുട്ടിയെ ഇവിടെ വന്ന് സത്യം തെളിയിച്ചില്ലാന്നുണ്ടെങ്കിലേ ഈ സത്യം ഇപ്പൊ തെളിയൂലല്ല. അപ്പൊ ഞാൻ ഈ കുടുംബം ഒരു കോമാളിയാണ് എനിക്കല്ലേ എന്റെ കുട്ടി. ഞാൻ ചെയ്ത തെറ്റാണമ്മ. ഇപ്പോഴും നിങ്ങളെ മോളും സമ്മതിക്കണിയല്ലോ നിങ്ങളീ ചെയ്ത തെറ്റാന്നുള്ളത്. സമ്മതിക്കണുണ്ടോ? ഇല്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മ, ഈ വന്നു കയറി മരുമക്കളോട് എന്താ നിങ്ങൾക്ക് ഇത്ര ശത്രുത? ഷെറിനോട് നിങ്ങൾ ഇങ്ങനെ കാട്ടണേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നോടാണല്ലേ എപ്പോഴും നിങ്ങൾക്ക് ശത്രുത? കുഞ്ഞോൾക്കും ഞാൻ എന്താ ചെയ്ത ഉമ്മ? എന്റെ പെരക്കാർക്ക് സ്വത്തും പണം ഇല്ലാഞ്ഞിട്ടാണ് അമ്മ. ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുക. എത്ര ആഗ്രഹിച്ചിരിക്കണെന്നറിയാം ഷെരീഫാന്നുള്ള നല്ലൊരു വീഡിയോ കേൾക്കാൻ. ഇങ്ങനെ നിങ്ങളെ മോഹന്റെ തൊള്ളേന്ന് നല്ലൊരു വാക്ക് കേൾക്കാൻ. നിർത്തടി എന്റെ ചേല. ഇജിനിപ്പോ എന്ത് ചലിച്ചിടും കാര്യമില്ല. അപ്പോൾ ഒരു ചേല വന്നിക്കണി. നിന്റെ കുട്ടി പറഞ്ഞ മാതിരിയെ എന്താടി ഞാൻ ചെയ്തത്? എന്നോട് പറയടി, എന്താടി ഞാൻ എന്നോട് ചെയ്തത്? ഞാൻ എന്നോടൊന്നും ചെയ്തിട്ടിയടി. അനക്കേ ഇങ്ങോട്ട് കെട്ടി കയറി വരുമ്പോ തന്നെ അനക്ക് മാനസികം ഉണ്ടാവും.
എല്ലാതൊന്നുമല്ല, ഇറങ്ങി പോയിക്കോണെന്ന് ഉമ്മാനെ വാപ്പാനെ തള്ളനെ ആരേറ്റ വിളിച്ചിട്ട് ഇങ്ങോട്ട് കേറിണ്ടെന്ന് നോയിക്കോണ്ടി. ഇന്റെ കുട്ടിന്റെ ജീവിതത്തിൽ ഇനി ഒരു ശകുനം മുടക്കിയിട്ട് ഏജ് വന്നിണ്ടെന്ന് നോയിക്കോണ്ടി. ബാക്കിയുള്ള കാര്യങ്ങളെ എന്താണ് ഏതാന്നുള്ളതേ തീരുമാനിക്കൊക്കെ അറിയാം. ഇല്ലമ്മ, ഈ ശരീഫ് തീരുമാനിച്ചതാണ് നിങ്ങളെ മോന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ പോവും അമ്മ. ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്ക് നല്ലത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ പിടിക്കപ്പെടുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ നാടകം കളിക്കാൻ നിന്നത്. പക്ഷെ ഒരീസെങ്കിലും ഒരീസം എന്നെ കുറിച്ച് ഒരു ചിന്ത നിങ്ങൾക്ക് വരണമെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളെ ദ്രോഹിക്കാനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ കുട്ടി പറഞ്ഞമാരിക്കേ മതിയടിച്ച് ചലിച്ചത് ഇജിങ്ങനെ ചലിച്ച് കൂട്ടുകൂടി ഇവിടെ ഇരുന്നിട്ട് ഇജ് കൊറേ നാടകം കളിച്ചല്ല. അനക്ക് വേണ്ടിയിട്ടേ ഞാൻ ആ മൊയിലേരെ അടുത്ത് പോയിട്ട് ആ വള്ളാണ് അടിച്ചിട്ട് മൂത്ത് തൂത്തത്. അതെങ്ങനെ ഞാൻ പറഞ്ഞില്ല. എനിക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെക്കാട്ടി വലുതല്ലല്ലമ്മ നിങ്ങളെ മോന്. ഇനിയിപ്പോ നിങ്ങള് എന്ത് പറഞ്ഞെടുത്താൽ പ്രശ്നമില്ലമ്മ. ഓള് ഞങ്ങളെ പഠിപ്പിക്കാനാണല്ലോ. ഇപ്പൊ ആരാടി പഠിച്ചത്? ഇപ്പൊ ആരാ പഠിച്ചത്? ഇപ്പൊ ഞങ്ങളാണോ ഇജാണോ പഠിച്ചത്? എടി ഇജൊന്ന് ഇന്നെ പഠിപ്പിക്കാൻ മാത്രം ആയിത്തി എടി ട്ടാ. ഈ ഇമ്മൂനെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലേ ഒരു ജന്മം കൂടി ജനിക്കണം ട്ടാ. 3 എണ്ണത്തിന് പെറ്റു പോയിട്ട് വളർത്തിയതാണ് ഞാന്. ഇക്കൊരു വേദന ഉണ്ടായിരുന്നു DNC കഴിഞ്ഞപ്പോൾ. ഇല്ല, ഇതാണ് നാടകം കളിക്കുന്നില്ല ജി. എൻ്റെ ഒരു കോമാളി കെട്ടല്. ഇറങ്ങിക്കോളൊന്നും ഇവിടുന്ന്. എൻ്റെ ഉമ്മാനെ ആരെ വിളിച്ചിട്ട് ഇറങ്ങിക്കോണ്ടി. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ചിലക്കണിന്നിട്ട് നിന്നിട്ട് കുറച്ചൊക്കെ നാണും മാനുണ്ടടി ഇങ്ങനെ ആയിട്ട് നിന്ന് ചിലക്കാന്. അതെങ്ങനെ? കുടുംബത്തിന്ന് ഉമ്മയും തന്തയും തള്ളയും പഠിപ്പിച്ചതല്ലേ എങ്ങോട്ട് കെട്ടി ഒരുങ്ങുള്ളൂ. അതെങ്ങനെ? തന്ത ആദ്യം തന്നെ പൊയ്ക്കണല്ല. അപ്പോൾ കൂടുതൽ പറയിപ്പിക്കാന്ന് കണ്ട ജി. ആ ഹിന്റാള് ഒരു കാര്യം പറഞ്ഞല്ല ഇവിടെ നിന്നിട്ട് അന്നെ സ്നേഹിച്ചില്ല എന്നുള്ളത്. എടി അന്നൊക്കെ സ്നേഹിച്ച് ഞാൻ എന്റെ തലക്കാമ്പുറത്ത് ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഇജി ഈ കുടുംബം കൂട്ടിച്ചോറാക്കിട്ടേ ഞാൻ പറഞ്ഞില്ല. ഓളെ സ്നേഹിച്ചില്ല പോലും. ഓളെ സ്നേഹിക്കിഞ്ഞിട്ടാണ് ഓൾ ഇങ്ങനെ കാട്ടി കൂട്ടിയത്, മറ്റുള്ളവരെ പോട്ടന്മാരാക്കിയത്. എന്റെ കയ്യും കാലും ഇങ്ങനെ അരിച്ചു വരികയാണ്. ആ ഹിന്റെ കുട്ടി ഇവിടെ ഉണ്ടായിന്നാ അമ്മ? കേട്ടില്ലേ ജി? കേട്ടില്ലേ? എൻ്റെ പുന്നാര മൂത്തച്ചിന്റെ അടവ് ഇത്രയും കാലം ഞമ്മളെ പൊട്ടന്മാരാക്കിന്നാല. കേട്ടില്ലേ ജി? സമാധാനായില്ലേ? ഷെരീഫാത്ത ചെയ്തതിൽ എനിക്കൊരു തെറ്റും തോന്നണില്ല ഉമ്മ. ഒന്നും ഉണ്ടായിട്ടല്ല. ഇമ്മയും കുഞ്ഞോളും കൂടി ഷെരീഫാത്താനെ ചെയ്ത ക്രൂരത വെച്ച് നോക്കുമ്പോൾ ഷെരീഫാത്ത ഈ ചെറിയൊരു കാര്യമില്ലേ ചെയ്തത്. അതത്ര വലിയ വിഷയമാക്കേണ്ട ആവശ്യമുണ്ടാ? ഓ ഇന്റെ കുട്ടി പിന്നെ മൂത്തച്ഛനെ സപ്പോർട്ട് ചെയ്യല്ലാതെ വേറൊന്നും ചെയ്യൂലല്ല. ഇത് ഇങ്ങനെ ഒരു സാധനം. അതെങ്ങനെ? ഓളെ കുതന്ത്രത്തിൽ പെട്ടിക്കല്ലേ. ഞാൻ ഇപ്പൊ തോന്നാണ് ഓൾക്ക് ചെയ്തതേ കുറഞ്ഞു പോയി എന്നുള്ളത്. ഇതിൽ കൂടുതൽ ചെയ്യേണ്ടി നിൽക്ക് ഓളം അഭിനയം. ഞാനൊന്ന് നോക്കട്ടെ ഇന്റെ കുട്ടിക്ക് ഓളെക്കാട്ടിയെ നല്ല പെണ്ണിനെ കിട്ടുമെന്നുള്ളത്. ഓള് ഇവിടുന്ന് ഇറങ്ങി പോയിക്കോട്ടെ. ഓള് തീരുമാനിച്ചിരുന്നാൽ ഇറങ്ങി പോവാൻ. ഓള് തീരുമാനിക്കണക്കാട്ടി മുന്നേ ഞാൻ ഇറക്കി വിടാൻ തീരുമാനിച്ചിരിക്കണ ഓളെ. സപ്പോർട്ടിന് വന്നിക്കണ്. കാത്തിരുന്നോളി നല്ല മരുമോളെ കിട്ടുന്നുള്ളത്. നല്ലൊരു മരുമോളെ ഷെരീഫാത്താനെ പോലത്തെ ഒരു പെൺകുട്ടിനെ നിങ്ങൾക്ക് മരുമോളായിട്ട് കിട്ടുന്നുള്ളതേ. കാത്തിരുന്നോളി നിങ്ങൾ. ഷെരീഫാത്തായിട്ട് വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഷെരീഫാത്ത എന്ത് പണിയാ കാണിച്ചത്? അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. വെറുതെ ഒരു ഏറെറിഞ്ഞതാണ്. പക്ഷെ അതിങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ പ്രഗ്നന്റിനെക്കാട്ടിയേ. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത് അവളെങ്ങനെ അറിഞ്ഞത്? അതൊരെങ്ങനെയൊക്കെ സംഭവം. എന്തായാലേ കാക്കാക്ക് മെസ്സേജ് ഇടട്ടെ. അവൾ അങ്ങനെ ഇവിടെ സുഖത്തിൽ വാഴൂല.
ഓ കാക്കാൻ്റെ നമ്പറും കാണാനില്ല. എനിക്ക് ആവശ്യം നേരത്ത് കാണും. ആ കിട്ടി. അതെങ്ങനെ സ്വന്തം പെങ്ങൾക്ക് വിളിച്ചാലല്ലേ വാട്സപ്പിൽ ആദ്യം നമ്പർ കാണുള്ളൂ. ഹലോ അസ്സലാമലൈക്കും. ഷാഫി കാക്ക, നിങ്ങൾക്ക് എന്നെ അറിയോ? ഇത് ഞാനാണ്, നിങ്ങളെ പെങ്ങള് കുഞ്ഞോള്. അറിയോന്ന് സംശയമാണ്, കാരണം കുറേ കാലത്തിന് ശേഷേ എനിക്ക് വിളിയും തെളിയൊന്നും ഇല്ലല്ലോ. ഷാഫി കാക്കി ഇമ്മി എല്ലാരും വിശ്വസിച്ചില്ലേ ഞാനാണ് താത്താന്റെ കുട്ടീനെ കളയാൻ DNC കളയാൻ കാരണക്കാരത്തി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് താത്തേ ഭ്രാന്ത് പോലെ ആയപ്പോൾ ഞാനാണ് ഉത്തരവാദി എന്ന് എല്ലാരും വിശ്വസിച്ചില്ലേ. ഇന്ന കാക്ക കേട്ടോളി, താത്തേ അഭിനയിക്കേന്ന്, നമ്മളെ മുന്നിലെ അഭിനയിക്കേന്ന്. ആവശ്യം നേരത്ത് കണ്ണീരും വരില്ല. ഓ മനസ്സന്മാർക്ക് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴാണ് ഈ വലക്കുമ്പത്തെ ഷാർത്തി അച്ഛനെ. ഇതിപ്പോ DNC ആവാൻ എന്താ കാട്ടടക്ക. ആദ്യത്തെ ഷാഫി കാക്ക, ഞാനൊരു കാര്യം പറയാം. എത്ര ആയാലും നിങ്ങളെ ചോരയാണ്. ഞാൻ ഒരിക്കലും ഞങ്ങളെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഷാഫി കാക്ക, നമ്മളീ പെരക്കാരെ എല്ലാരും കൂടി കുറ്റക്കാരിയാക്കാന് ഷെരീഫ തന്നെ ആ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഇമ്മാന്റെ മേത്തക്കും ഇന്റെ മേത്തക്കും ഇട്ടതാന്നുള്ളത്. എന്നിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ഭ്രാന്ത് പോലെ അഭിനയിച്ചാണെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ് ഷാഫി കാക്ക. ഞാൻ പറയണതേ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉമ്മാക്ക് വിളിച്ചു നോക്കി അപ്പൊ അറിയാം നിങ്ങൾക്ക്. ഈ വോയിസ് കേൾക്കുമ്പോ ഈ പെങ്ങളെ തെറ്റാണോ ശരിയാന്നുള്ളത്. എനിക്ക് സങ്കടമൊന്നുമില്ല ഷാഫി കാക്ക, നിങ്ങൾ എനിക്ക് വിളിക്കാഞ്ഞിട്ടും ചെയ്യാഞ്ഞിട്ടൊന്നും. പക്ഷെ എന്നാലും അവരാരെ കൂടപ്പുറപ്പ് വിളിക്കാതാവുമ്പോളേ കെട്ടിച്ചോടത്തൊരു സ്ഥാനം ഉണ്ടാവില്ല. അത് നിങ്ങൾ മറന്നുപോയി ചില സമയത്ത്. ഇത്ര നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചല്ല ഷാഫി കാക്ക. പക്ഷെ എനിക്കിന്ന് ഷെരീഫാത്താൻ്റെ തൊള്ളേന്ന് ഞാൻ അഭിനയിക്കുകയെന്ന് നിങ്ങളെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ അഭിനയിക്കുകയെന്ന് പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ഞു പൊട്ടിപ്പോയി ഷാഫി കാക്ക. കാരണം ഷെരീഫാത്താനെ ഞാൻ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കണ്ടിട്ടാണ് ഷെരീഫാത്ത എന്നോട് ഇങ്ങനെ ചെയ്തത്. ഷെരീഫാത്താനോടൊക്കെ ഞാൻ എന്ത് ദ്രോഹം ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല ഷാഫി കാക്ക. എന്നിട്ടാണ് ഷെരീഫാത്ത് എന്നോട് ഇങ്ങനെ ചെയ്തത്. ഞാൻ തന്നെ പോവിൻ്റെ കെട്ടിച്ചോടത്ത് ഞാൻ ഒരിക്കലും കൊണ്ട് വരൂല. കാരണം ഇപ്പൊ എല്ലാത്തിനും ഉത്തരവാദി ഞാനാണ്. എനിക്കറിയാം ഷാഫി കാക്ക ഷെരീഫാത്താനോട് പുറത്തു കൊടുക്കുന്നുള്ളത്. എത്ര ആയാലും ഷാഫി കാക്കാന്റെ പെണ്ണുങ്ങളല്ലേ, അപ്പൊ ഷാഫി കാക്ക പുറത്തു കൊടുക്കണല്ലോ. മതി, ഇത്ര മതി. ഇനി ഇവളെ ഈ പെരയില് വാഴിക്കണമെന്നൊക്കെ കാണണം. ഈ കുഞ്ഞോള് ആരാന്നുള്ളതേ അറിയാൻ പോണുള്ളൂ. നീ നിന്റെ അമ്മാനും പെങ്ങന്മാരും പൊട്ടന്മാരാക്കിട്ട് ആ വീട്ടിൽ നിൽക്കണ്ട. നീ അവിടുന്ന് പോയിക്കോ, നിന്റെ വീട്ടിൽ പോയിക്കോ. ഇല്ലാത്ത കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ നാടകമൊക്കെ കളിച്ചില്ലേ, അത് മതി. കളിച്ചിക്കാളാ. എന്നാലും എൻ്റെ മോളെ ആ ഒരു പെൺകുട്ടി ഞാൻ ഇങ്ങനെ ഷെരീഫാത്താനെ വിചാരിച്ചിട്ടില്ല. ഇമ്മാന്റെ പുന്നാരം വരുവോളല്ലേ. ദേ
എൻ്റെ കുട്ടിൻ്റെ അടുത്ത് നിന്നിട്ടാ എൻ്റെ തൊളേന്ന് വെറുതെ പറയിപ്പിക്കാൻ നിൽക്കരുത് ഇജ്ജ് കുറെ നേരമായല്ല പുന്നാര മരിയോള് എന്ന് പറഞ്ഞത്. ഏത് തള്ളാരും മനസ്സിലും വേജാറുണ്ടാവും. അന്നേ ഞാൻ ഉമ്മാനോട് പറഞ്ഞില്ലേ അവൾ അഭിനയിക്കുക എന്നുള്ളത്. അപ്പൊ ഉമ്മ എന്താ പറഞ്ഞത്? അഭിനയിക്ക, ഇജി ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണ്ട, അങ്ങനെയാണെങ്കിൽ ഇജ് എന്റെ കെട്ടിച്ചോടത്തേക്ക് പൊയ്ക്കോ എന്നുള്ളത്. ഇപ്പൊ എന്തായി? ഇപ്പൊ ആരാ അഭിനയിക്കണത്? ഞാൻ ഷാഫികാക്ക് മെസ്സേജ് ഇട്ടിട്ട് എല്ലാ മാളുമേം അവിടെ, ഇതൊക്കെ കാണാൻ മാളുമേം എടുക്കാ പോയത്. ഇനിയിപ്പോ അതല്ല ഞാൻ ആലോചിക്കണത്. ഈ ഷാഫികാക്ക ഇനിയിപ്പോ ഓള് ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് എന്തെങ്കിലുമൊക്കെ പറയാനാവോ? ഓള് ഞാൻ പറഞ്ഞതിന് മുന്നേ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ് എന്നുള്ളത്. ഇമ്മ എന്തിനാ അമ്മ പേടിക്കണത്? ഇമ്മാന്റെ കുട്ടീനെ അവളാണോ? അവളോട് ആരെങ്കിലും പറഞ്ഞു നമ്മ പറയുമ്പോ ഇതിന് അടിച്ചു വരാന്? എന്നിട്ട് DNC ആയി പോയിട്ട് ഇമ്മ യാതൊരു കാരണവശാലും പേടിക്കണ്ട. ഇങ്ങനെ പേടിത്തൂറി ആയാലാ കുറച്ചൊക്കെ ബോൾഡായി നിക്കണം, കുറച്ച് കള്ളത്തരം പഠിക്കണം. അവളെ മുന്നിൽ അവൾ ഇനിയിപ്പോ എന്ത് കണ്ണീര് കുടിച്ചാലും എന്ത് കണ്ണീര് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പോവാന്ന് പറഞ്ഞ സന്തോഷം. ഇപ്പൊ തന്നെ അണ്ട് ഇറങ്ങി പോവാൻ പറയും. അവളമ്മാനെ അതാ വാപ്പാനെ അതാ അഞ്ചത്തിനെ അത് ഗൾഫ് പോയ ആങ്ങളെ ആരേച്ച വിളിച്ചോട്ടെ, അവള് പോയിക്കോട്ടെന്ന്. ഇമ്മ എന്തിനിങ്ങനെ പേടിക്കണത്? ഷാഫികാക്ക് ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും. പിന്നെ അന്ന് തൊള്ളി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതാണ് അവൾക്കൊരു പണി കൊടുക്കണം എന്നുള്ളത്. പക്ഷെ അത് അവളായിട്ട് മുന്നിൽ കൊടുന്നത്. അവൾക്ക് 50,000 ഉറുപ്പ്യ കൊടുക്കണം അല്ലേ? കൊടുക്ക. 50,000 അല്ല, 1,00,000 തന്നെ കൊടുക്കാം അവൾക്ക്. ഇമ്മാക്ക് പേടി ഉണ്ടായിട്ടല്ല. സംഭവം ഓള് ചെയ്തത് തെറ്റൊക്കെ തന്നെയാണ്. സംഭവം നമ്മളും ചെയ്തത് തെറ്റ് തന്നെയാണ്. നമ്മൾ ചെയ്തത് തെറ്റല്ല എന്നൊന്നും പറയാൻ പറ്റൂല. ഓളമ്മ അന്ന് തന്നെ വന്നിട്ട് പറഞ്ഞത് പോലീസ് കേസ് അത് ഇതോന്നൊക്കെ. ഇനിയിപ്പോ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവൻ പറയല്? ഒന്നല്ലെങ്കിൽ പണ്ടാറ് ഇവിടുന്ന് ഇറങ്ങി പോയെങ്കിൽ ഓളമ്മ വന്ന് കൊണ്ടുപോയെങ്കിൽ ഒക്കെപ്പാടെ അരിശം കയറുന്നുണ്ട്. ഒന്നും മുണ്ടാതെ പോയിക്കാണി, പ്രശ്നം ഉണ്ടാവണം. ഇക്കാവക പേടിയില്ല, ഒരു പ്രശ്നം ഉണ്ടാവാൻ പോണില്ല, ഒന്നും ഉണ്ടാവാൻ പോണില്ല. അമ്മ ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇക്കൊരു പേടിയില്ല. അങ്ങനെ പേടിച്ച് നടന്നേ കാലൊക്കെ മനത് കഴിഞ്ഞിക്കണ്. അതൊന്നല്ല, ഓളിന്റെ മോത്ത് തൂക്കാത്രത്തിലെ വെള്ളം ഒഴിച്ചില്ലേ, എന്റെ കുട്ടീനെ തള്ളിയിട്ടില്ലേ, അതിന്റെ അടുക്കുള്ള ഒരു നാടകം എനിക്ക് പള്ളയുണ്ടെന്ന്. ചോ ഇനി ആരെങ്കിലും ഓളത് വിശ്വസിക്കോ? ആര് വിശ്വസിക്കാനാ? ഇങ്ങനെ അരിശം കേറുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടവിടെ നിന്നാ മതിമ്മ. ശരീവാദങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? നിങ്ങൾ എന്തിനും മനോട് പറഞ്ഞത്? കുഞ്ഞോളോട് നിങ്ങൾ അഭിനയിക്കുന്നുള്ളത് ഒക്കെ പൊളിഞ്ഞില്ലേ? വേണ്ടിന്നില്ല ഷെരീഫാത്ത. എന്നിട്ടൊരു പറച്ചിലും ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്നുള്ളത്. എന്നാലും ചെറിയ കള്ളങ്ങൾ പിടിക്കപ്പെടൂലേ? അതിന്ന് പിടിക്കപ്പെട്ടു, അത്ര വിചാരിച്ചാൽ മതി. ഞാൻ കുഞ്ഞോളെ മുന്നിൽ തോറ്റു കൊടുത്തൊന്നല്ല, ഇക്കിഞ്ഞ അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല. പക്ഷെ വേണ്ടടി, എത്ര നാളിങ്ങനെ പോവും? ഷാഫികാക്കാന്റെ സ്വഭാവത്തിന് മേമ പറഞ്ഞ് കുറെ മാറ്റങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നണില്ലടി ആ മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടോ എന്നുള്ളത്. ഒരിക്കലും ഉണ്ടാവില്ല മോളെ. ഞാനൊരു വോയിസ് കേൾപ്പിച്ചേ. ഇപ്പൊ ചിലപ്പോ കുഞ്ഞോളാ ഇമ്മ ആരെങ്കിലും മുട്ടെടുത്ത വോയിസാവും, അല്ലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എന്റെ ഭാഗം കേൾക്കാനും കൂടി എന്റെ മൂത്തച്ഛൻ എനിക്ക് നേരെയല്ലടി. കേട്ടോ കയ്യ നിന്റെ അമ്മാരും പെങ്ങന്മാരും പൊട്ടന്മാരാക്കിട്ട് ആ വീട്ടിൽ നിൽക്കണ്ട. നീ അവിടുന്ന് പോയിക്കോ, നിന്റെ വീട്ടിൽ പോയിക്കോ. ഇല്ലാത്ത കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ട് നീ അവിടെ നാടകമൊക്കെ കളിച്ചില്ലേ, അത് മതി. കണ്ടില്ലേ ജി, ഷാഫികാക്ക് എന്താ ഷെരീഫാത്ത് എങ്ങനെ? ഷാഫികാക്ക് എന്താ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തത്? ഷാഫികാക്കാന്റെ കുഞ്ഞായി നിങ്ങളെ വയറ്റിലുണ്ടായിരുന്നുള്ള ബോധമില്ലേ? ഇങ്ങനെ അന്ധമായിട്ട് എന്തിനാണ് ഈ പെരക്കാരെ വിശ്വസിക്കുന്നത് ഷാഫികാക്ക? ഷാഫികാക്ക് ഇങ്ങനെയാണ്. എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ ആവില്ലല്ലോ. ഇപ്പൊ സങ്കടമൊന്നും ഇല്ലടി ഷെരീഫാത്ത. ഒരു വട്ടം കൂടി ചിന്തിച്ചെടുക്കട്ട തീരുമാനം. പോണടി.
എനിക്ക് ജീവിക്കണടി, ഒറ്റക്ക് ജീവിക്കണം. മടുത്തടി ഇവരെ ഈ ആട്ടും തുപ്പും എല്ലാം കേട്ട് മടുത്തെനിക്ക്, പ്രത്യേകിച്ച് കുഞ്ഞോളെ കാര്യത്തിൽ. ഞാൻ മന വിളിച്ച് പോവുകടി. എൻ്റെ കൂടെ പറപ്പിന്റെ മാരിക്ക് ഈ എൻ്റെ കൂടെ അവിടെ കുറെ കാലം നിന്നില്ലേ, അത് മതി എനിക്ക്. ഈ ഷെരീഫ് അത് മറക്കൂല. ഷെരീഫ് ഈ പെരയ്ക്ക് കയറി വന്നത് ഒരുപാട് കിനാവ് കണ്ടിട്ടാടി. ആ കിനാവെല്ലാം ഇന്നത്തോടെ നഷ്ടപ്പെട്ട് ഒരു ചെറിയൊരു പ്രതീക്ഷ ഷെരീഫാക്കുണ്ടായില്ലേ, അതും പോയി. ഷാഫിഖാക്ക് എന്നോട് വിളിച്ച് ചോദിക്കാണ്, എന്തടി ഈ അങ്ങനെ അഭിനയിക്കാൻ കാരണം? എന്നോട് പറ, എന്താന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മള് കുട്ടീനെ നശിപ്പിച്ചവർക്ക് ചെറിയൊരു പണി കൊടുക്കാനായിരുന്നു. പക്ഷെ ആ മനുഷ്യനോടൊന്നും ചോദിച്ചില്ല, ഈ 2 വാക്ക് മാത്രം പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. എന്നോട് ഇവിടുന്ന് പോവാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കണേൽ എന്താടി അർത്ഥമുള്ളത്? ഞാൻ പോവുക. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ ഒറ്റക്ക് ഔട്ടാ, അത് മറക്കണ്ട. എന്റെ ഏകപ്പാട് ധൈര്യങ്ങളാണ്. ആ ഇങ്ങളും കൂടി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വേണ്ട ഷെരീഫാത്ത, ഞാൻ കാക്കുവിനോട് പറഞ്ഞിട്ട് ഷാഫി കാക്കാനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പോണ്ടെന്നു. ഈ എന്ത് പൊട്ടത്തിലാടി പറഞ്ഞത്? ഈ ഒറ്റക്ക് ഈ എന്നെ പോലെയല്ല, ഒന്നും കേട്ട് നിൽക്കൂല. പക്ഷെ എൻ്റെ മാപ്പിളി ഷാഫി കാക്കാനെ പോലെയല്ലടി, പ്രതികരിക്കേണ്ടോടത്ത് അവൻ പ്രതികരിക്കും. ഞാൻ കണ്ടതിൽ വെച്ചിട്ടേ നല്ലൊരു ആൺകുട്ടിയാണ് അവന്. അവനെ വിട്ട് ഇനി പോവരുത് മോളെ. കുഞ്ഞോളൊക്കെ പാഠം പഠിപ്പിക്കാനേ അന്നെ കൊണ്ടേ പറ്റുള്ളൂ. എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലടി. പിന്നെ എൻ്റെ കൂടെ നിൽക്കണ ആണിൻ്റെ പോലെ എൻ്റെ ആണിൻ്റെ കൂടെ നിൽക്കൂലടി. ഈ ഏച്ച് കൂട്ടിയതൊന്നും മാച്ചിങ്ങാണ്ടെന്നല്ല, കുറേ പ്രാവശ്യം ഞാൻ ചിന്തിച്ചതാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാലോ എന്നുള്ളത്. പക്ഷെ ഇപ്പം ഞാനെടുത്ത തീരുമാനം ശരിയാണ്, അതിൽ ഞാൻ തെറ്റ് പറയില്ല. അന്നിൻ്റെ അമ്മ വിളിച്ചപ്പോൾ പോവാതിരുന്നതേ ഇങ്ങനൊരു നാടകം ഇവിടെ കളിച്ചിട്ട് ഇവരൊരു പാഠം പഠിപ്പിക്കാനേ. കുറച്ചെങ്കിലും കുറച്ച് അവർ പാഠം പഠിച്ച്, അത് മതി. പിന്നെ ഇനി നാട്ടുകാരും കൂട്ടുകാരൊക്കെ പറയിക്കാരം അഹങ്കാരാണ്, അഹങ്കാരം കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. അതൊന്നും വിഷയമല്ല എനിക്ക്. ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഇവരെ മുന്നിൽ. അതാ കുട്ടിക്കളിയല്ല ഇട്ടത്, ജീവിതാണ്. നിങ്ങളെന്നെ എപ്പോഴും പറച്ചിലില്ലേ, നിങ്ങളെ പെരെ പോയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാട്. ഷെരീഫാത്ത വേണ്ടെന്നു. ചെറിയ ഈ ചെല്ല് ഇനി എന്നോട് സംസാരിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനക്ക് ഇവിടെ സുഖം ഉണ്ടാവില്ല. ഈ ചെല്ല് എൻ്റെ ഉമ്മാക്കൊന്ന് വിളിക്കട്ടെ, ഉമ്മാനോട് വരാൻ പറയട്ടെ. ആയിക്കോട്ടെ, ഞാൻ പോയിക്കോളാം. ഇപ്പോ ഞാൻ പറഞ്ഞതും കേൾക്കാൻ വയ്യാതായില്ല നിങ്ങൾക്ക്. നിങ്ങൾ എന്തും പറയണ, നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കണതിന് മുന്നേ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതാണെന്ന് നിങ്ങൾ മനസ്സിലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും നിങ്ങളോട് പറയില്ലായിരുന്നു, ഒന്നിനും നിങ്ങളെ കൂടെ കൂട്ടു നിൽക്കൂലായിരുന്നു. കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. എന്താ റബ്ബേ ഈ പെരയിൽ നടക്കുന്നത്? പഠിച്ചോന് ഷെരീഫാത്ത പുറത്ത് പോയ എന്റെ ജീവിതം എന്താവും? ഹലോ ഇമ്മ, ഇത് ഞാനാണ് ഷെരീഫ. ഉമ്മ വരും കണ്ട് എന്നെ കൊണ്ടുപോവാന്. എന്തേ പറ്റി മോളെ? മാൻകുട്ടിക്ക് അരയാണ്. ഒന്നുമില്ല ഉമ്മ, ഈ മകൾക്ക് നല്ലൊരു ജീവിതം
വിധിച്ചിട്ടില്ല. ഇമ്മല്ല അന്ന് ഇവിടെ വന്നപ്പോ പറഞ്ഞത് ഞങ്ങളെ കൂടെ വന്നാലും കുഴപ്പമില്ല, എന്നെ പൊന്നു പോലെ നോക്കുന്നുള്ളത്. എന്നെ കൊണ്ടുപോകും ഈ നരകത്തുനിന്ന്, എനിക്ക് പറ്റണില്ല ഉമ്മ. ഇമ്മ അതല്ല അന്ന് മോളെ വിളിക്കാൻ വന്നത്. ഇമ്മ വരാം, ഉമ്മാന്റെ കുട്ടി കരയണ്ട. എന്നാ ശരി. ഒരു വട്ടമെങ്കിലും തരണം എനിക്കു നിന്റെ ആർക്കും കൊടുക്കാത്ത കൽബ്, വാടകയ്ക്കെങ്കിലുമാ കൽബിൻ്റെ ചാരത്തൊന്ന് കൂടൊന്നു കൂട്ടേണമെനിക്ക്. വിധിയില്ല എങ്കിലും ഇല്ല എനിക്ക് നിന്നെ മറന്നിട്ട് പോകാനുള്ള മനസ്സ്. സ്വപ്നത്തിലെങ്കിലുമെൻ നാരിയായിട്ടൊന്നു നിന്നെ മഹറൊന്നു ചാർത്തേണം എനിക്ക്. കടമായിട്ടാണേലും നിൻ മനസ്സെനിക്കു തന്നാൽ പരിശുദ്ധിയോടെ ഞാനത് തിരികെ നൽകാം. പകരം പണയമായി ഞാനൻ ജീവൻ നിനക്കു നൽകാം. എങ്ങനെ മറക്കാനാ, എങ്ങനെ മായ്ക്കാനാ, എങ്ങനെ മറക്കാനാ, എങ്ങനെ മായ്ക്കാനാ. പതിഞ്ഞത് മതിലിലല്ല മനസ്സിലല്ലേ, പതിഞ്ഞത് മതിലിലല്ല മനസ്സിലല്ലേ. നിനക്കായി കാത്തിരിക്കാൻ ഈ ജന്മം തികയില്ലേ, നിനക്കായി മണ്ണിൽ വീണ്ടും പുനർജനിക്കാം ഞാൻ. അതിനായിട്ടെൻ്റെ ജന്മം ബലി കഴിക്കാം.